ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് കവിതയിലെ ആശയത്തിലേക്ക് കടക്കാം. ചുറ്റുമുള്ള ഓരോന്നും നമുക്ക് ജീവിത പാഠങ്ങൾ പകർന്നു തരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്ന കവിതയാണ് സ്നേഹം. ഈ കവിതയിലെ കുട്ടി ചിലപ്പോൾ കവി തന്നെ ആകാം. ആ കവി തന്നെയാണ് കുട്ടിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ആദ്യത്തെ 4 വരികളുടെ ആശയം ശ്രദ്ധിക്കാം. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരൻ അമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ഈ ഭൂമിയിൽ ആദ്യമായി സ്നേഹിച്ചത് ആരെയൊക്കെയാണ് എന്ന് കുട്ടി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. ആരെയൊക്കെയാണ് കുട്ടി ആദ്യമായി സ്നേഹിച്ചതെന്നാണ് പറയുന്നത്. മിഴികളിൽ ചുണ്ടു ചേർത്തൊരൻ അമ്മയെ. മിഴികളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ഉമ്മ വയ്ക്കുന്ന അമ്മയെയാണ് ആദ്യമായി കുട്ടി സ്നേഹിച്ചത്. പിന്നെയോ, കവിതകൾ ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, പലതരത്തിലുള്ള കവിതകൾ ചൊല്ലി പഠിപ്പിച്ച അച്ഛനെയും, നേർവഴി കാട്ടി അറിവുകൾ പകർന്ന് നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പഠിപ്പിച്ച ഗുരുനാഥനെയുമാണ് കുട്ടി ആദ്യമായി സ്നേഹിക്കാൻ പഠിച്ചത്. ആരെയൊക്കെയാണ് കുട്ടി ആദ്യമായി ഈ ഭൂമിയിൽ സ്നേഹിച്ചത്? മിഴികളിൽ ചുണ്ടു ചേർത്തുകൊണ്ട് ഉമ്മ വെച്ച അമ്മയെ, കവിതകൾ ചൊല്ലി പഠിപ്പിച്ച അച്ഛനെ, നന്മകൾ മാത്രം പറഞ്ഞുകൊടുത്ത ഗുരുനാഥനെ, ഗുരുനാഥൻ പറഞ്ഞ അറിവുകൾ വെച്ച് നന്മകളെയും തിന്മകളെയും വേർതിരിക്കാൻ കുട്ടി മനസ്സിലാക്കി. അപ്പോൾ ആ നല്ല കാര്യം പറഞ്ഞു കൊടുത്ത ഗുരുനാഥനെയുമാണ് കുട്ടി ആദ്യമായി സ്നേഹിച്ചത്. ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ, ചുവടു താങ്ങി തുണച്ചൊരീ മണ്ണിനെ, പിറവിയോടൊത്തു കണ്ട നഭസ്സിനെ, മധുരമൂറും മനുഷ്യവചസ്സിനെ. പിന്നെ കുട്ടി എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ഭൂമിയിൽ ആദ്യമായി സ്നേഹിച്ചത് എന്തിനെയാണെന്ന് കുട്ടി ഓർമ്മിക്കുന്നു. ഭൂമിയിൽ കുട്ടി ആദ്യമായി എന്തിനെയാണ് സ്നേഹിച്ചതെന്നാണ് പറയുന്നത്. പിച്ച വെച്ച നാൾ മുതൽ ചുവടുകൾക്ക് താങ്ങായി നിന്ന മണ്ണിനെ. നമുക്ക് പിച്ച വെക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സ്ഥലം വേണം അല്ലേ? ആ സ്ഥലമാണ് നമ്മുടെ മണ്ണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചുവടുകൾ വെച്ച് പിച്ച വെച്ച് നടക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ പിച്ച വെച്ച നാൾ മുതൽ ചുവടുകൾക്ക് താങ്ങായി നിന്ന കാലുകൾക്ക് താങ്ങായി നിന്ന മണ്ണിനെയും, ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശത്തിനെയും, പിറവിയോടൊത്തു കണ്ട നഭസ്സിനെ, നഭസ് എന്ന് വെച്ചാൽ ആകാശം, പിറവി ജനനം, ജനിച്ചപ്പോൾ തൊട്ട് കണ്ട ആകാശത്തെയും, മധുരമൂറുന്ന മനുഷ്യവചസ്സിനെയും, മനുഷ്യവചസ് മനുഷ്യരുടെ വാക്കുകൾ, മധുരം ഊറുന്ന മനുഷ്യരുടെ വാക്കുകളെയും, പിന്നെയോ അതൊക്കെ കുട്ടി ആദ്യമായി സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നോക്കൂ. കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ. കിളികളുടെ മനോഹരമായ പാട്ടിനെ, കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗം എന്ന് വെച്ചാൽ കിളികളുടെ മനോഹരമായ പാട്ട്, കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, പ്രഭാതത്തിനെ സ്നേഹം കൊണ്ട് കുളിര് നിറഞ്ഞ പ്രഭാതത്തിനെയും കുട്ടി സ്നേഹിച്ചു. ആദ്യം പറഞ്ഞത് കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കിളികളുടെ മനോഹരമായ പാട്ടിനെയും, കുളിരു ചൂടുന്ന പ്രഭാതത്തെയും, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, സ്നേഹം കൊണ്ട് ചുവന്നു തുടുത്ത സന്ധ്യ. വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാൽ അറിയാം അല്ലേ? ആകാശത്തിലെ ചുവന്ന നിറം കാണാൻ വേണ്ടി പറ്റും. ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ, ഇരുട്ടിനെ അകറ്റി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സൂര്യനെ. ഇവയൊക്കെയാണ് കുട്ടി ആദ്യമായി സ്നേഹിച്ചത്. ബാക്കി ഉള്ള കുറച്ച് വരികളുടെ സാരാംശം കൂടി നമുക്ക് മനസ്സിലാക്കാം.